വർഷത്തിന് 365 ദിവസവും മഴ പെയ്യുന്ന കള്ള് ഷാപ്പ്. സംഗതി നല്ല വെറൈറ്റി ആയിട്ടാണ് നളചേട്ടൻ ചെയ്തേക്കുന്നത്. തീമോ ഗംഭീര തീമോ. നളതമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണെ പൂമിഴിയാളേ മലർമിഴിയാളേ. ബേസിക്കലി ഇതൊരു ഫോഗി ഫീൽ അല്ലേ, ട്രോപ്പിക്കൽ ടൊഡി ലോഞ്ച് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിന്റെ ഒരു ട്രോപ്പിക്കൽ ഫീൽ തരാനായിട്ടുള്ള പരിപാടിയാണ്. ആൾക്കാർ തെറ്റിയിരിക്കും. അതെ, ശരിയായി തരുന്നു. ഇത് നടന്നണ്ടി സർവത്ത്. കാരണം ഇപ്പൊ എല്ലാരും വരുന്നത് ഒരു പക്ഷേ ചിലപ്പം കള്ളുപിടിക്കാനല്ലല്ലോ, അവർക്ക് വേണ്ടി കൾച്ചർ മൊത്തം മാറി. ഇപ്പം മെജോറിറ്റി ഭക്ഷണം കഴിക്കാനല്ലേ കള്ള് ഷാപ്പ് ഇടുന്നല്ലേ. ആണ്. എന്തുണ്ട് കഴിക്കുക? കാഞ്ഞിരോട്ടുകാരിലെ കരിമീനാണ് ആക്ച്വലി വേൾഡിൽ ഏറ്റവും ഫേമസ്. ഒരു കരിമീൻ ഫാനാണ്. വൈദ്യന്മാർ പണ്ട് ഒരു 10-11 മണിയാകുമ്പം ഈ കരിമീനെ പാൽക്കറി വെച്ച് കഴിക്കും. കുണ്ട്ര പാൽക്കറി എന്നാണ്. അതിനകത്ത് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, അതേപോലെ വെളുത്തുള്ളി, ഉലുവ ഇതൊന്നും ഉപയോഗിക്കത്തില്ല. അതല്ലേ നമ്മൾ കാണാൻ പോകുന്നത്. വെളിച്ചെണ്ണ നമ്മൾ ആദ്യം ഒഴിക്കുന്നു. നമ്മളപ്പം ചെറിയ ഉള്ളി ചതച്ചിടുകയാണ്. നമ്മൾ കുമരം. അതെ, ഇത് നമ്മൾ കുണ്ട്രക്കായലിലെ കരിമീൻ എടുക്കും. അത് നമ്മൾ ബേസ്ഡ് ഓൺ ഓർഡേഴ്സാണ്, കാരണം അത് എക്സ്പെൻസീവ്. അതെ, ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും അതേപോലെ ചതയ്ക്കുകയാണ്. കാന്താരി ചതച്ചതാണ്. നമ്മൾ കരിവേപ്പിലയും കാന്താരി ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. ഇതിപ്പോ സെമി ഗ്രേവി ആയിരിക്കും. എങ്ങനെയാ? വെയിറ്റ് ആൻഡ് വാച്ച്. തോക്കിനകത്ത് കയറി വെടിവെക്കരുത്. സോറി. തക്കാളി ചതയ്ക്കാൻ അറിയോ? പിന്നെ തക്കാളി ഇപ്പൊ മനസ്സിലായില്ലേ എന്താ ചെമ്പകപ്പെൺപൂവേ പ്രിയ സല്ലാപം അതൊരുല്ലാസം. വായിക്കൂടെ വെള്ളം വരുന്ന സൗണ്ട് കേൾക്കുന്നു. പ്ലീസ്, ദിസ് ഇസ് 1 കരിമീൻ, 2 കരിമീൻ, 3 കരിമീൻ. 3 കരിമീനാണ്. ഇന്ന് പഴിച്ചാൽ 3 നാളല്ലോ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകണം. അത് അൾട്ടിമേറ്റ്. ഓൾറെഡി സെറ്റായി. നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. കുണ്ട്ര കരിമീൻ പാൽക്കറി. പോത്തിന്റെ വാരിയല്ല റോസ്റ്റ് ചെയ്തു. അത് താറാവ്. അത് നോർമൽ ചിക്കൻ റോസ്റ്റ്. മീൻകറി എന്ന് പറഞ്ഞാൽ ചന്ദനം പോലെ ഇരിക്കണമെന്നാണ് പറയുന്നത് അല്ലേ? ഓനെ ഈശ്വരാ അവിടെ കഴിക്കുക. ഇത് അതേപോലെ തന്നെ നല്ല ഉഗ്രൻ പന്നി ഇറച്ചിയാണ്. നല്ല ഒന്നാന്തരം പോത്തിറച്ചി. പാൽക്കപ്പ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പശുവിന്റെ നെയ്യ്. എന്തോ പശുവിന്റെ നെയ്യ് അല്പം അങ്ങോട്ട് ഒഴിക്കുക. പാൽക്കപ്പ അങ്ങോട്ട് ഉടച്ചെടുക്കുക. നമ്മൾ അല്പം പാലൊഴിച്ചു. അല്പം സാൾട്ട് ഇതിനകത്തൊരു സാധനം ഇപ്പം നമ്മൾ ഒഴിക്കും. അതാണ് അതിന്റെ മാജിക് എന്ന് പറയുന്നത്. ഇതവിടെ കടിക്കുക. ഫ്രം ദ കിച്ചൺ ഡൈനിലേക്കൊക്കെ ചെയ്യാം. എല്ലാം റെഡി. പൊളിയല്ലേ? ഇതാണ് കുണ്ട്ര പാൽക്കറി. കേരള പൊറോട്ടയ്ക്ക് അതോട്ട് ഈ പാൽക്കറി ഇങ്ങനെ എടുത്ത് ഒഴിക്കണം. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ ആ ടൈപ്പ് അല്ല. പാൽക്കറിയും കൂട്ടി ഒന്ന് പിടിച്ചേ. ചമ്മന്തിയുടെ ഐറ്റംസ് കണ്ടല്ലോ. ഇത് ജാതിക്ക ചമ്മന്തി, കാന്താരി ചമ്മന്തി. ഈ ഓരോ ചമ്മന്തിക്ക് ഓരോ ഐറ്റം ഉണ്ട് അല്ലേ? ഈ കപ്പയും ഇത് വേറെ ഫീലാണ്. ആ മീൻ അങ്ങോട്ട് മാംസത്തോടു കൂടി എടുത്ത് അപ്പം ഇതിനോട് മുക്കണം. മേടിച്ചോളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ആംബിയൻസിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല.
സംഗതി വേറെ ഒരു വൈബാണ്. ഞാൻ ഈവനിങ്ങിനേക്കാളും എനിക്ക് ബെറ്റർ തോന്നി ഈ സമയമാണ് ഒന്നുകൂടെ അല്ലേ. ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യും. കാരണം ഇപ്പം നമ്മൾ ജനറലി ചുമ്മാ ഓടി വന്നു കഴിഞ്ഞാൽ അല്ലേ, നമ്മളിപ്പോ ഓരോ ആൾക്കാർക്കും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് മൊമെന്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എക്സാക്ട് ലൊക്കേഷൻ പറ. മുണ്ടുവേലിപ്പടി ആതിരമ്പുഴ. കോട്ടയത്ത് നിന്ന് എത്ര കിലോമീറ്റർ? നമ്മളെ കോട്ടയത്ത് നിന്ന് നമുക്കൊരു 13 കിലോമീറ്റർ വരും. പക്ഷെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റുമാനൂർ അപ്പനെ മനസ്സിൽ ധ്യാനിക്കുക, രാവിലെ ഒന്നൊന്ന് തൊഴുക, ഉച്ചയ്ക്ക് വന്ന് കഴിക്കുക, സന്തോഷം പോവുക. വീണ്ടും സന്ധിക്കും വരെ വണക്കം.